സോലിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് KTMൻ്റെ ഡ്യൂക്ക് 200 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിന് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എഗ്മയുടെ ഈവൻറ്റ് നടക്കുവാണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ലോഞ്ചസ് ഒക്കെ നടന്നിട്ടുണ്ട്, ലോഞ്ചസ് അൺവീൽസ് എല്ലാം നടന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് വാഹനങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹീറോയുടെ വണ്ടികളിൽ നിന്ന് നോക്കിയാലോ. ഹീറോ 4 പുതിയ മോട്ടോർ സൈക്കിൾസ് ആണ് ഈ ഒരു എഗ്മ ഇവൻറ്റിൽ അൺവീൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അവരുടെ തന്നെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ നോക്കാം. ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ അവർ കൺസെപ്റ്റ് മോട്ടോർ സൈക്കിളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ തന്നെ വിത എന്ന് പറയണുണ്ടല്ലോ, ഇലക്ട്രിക് വേരിയൻറ്റിനെ വിത എന്നാണ് ഇട്ടേക്കുന്നത്. അതിൽ തന്നെ ഒരു കൺസെപ്റ്റ് ഊബെക്സ് എന്നോ എന്തോ ഒരു പേരാണ് കൊടുത്തേക്കുന്നത്. കാണാനൊക്കെ അതിഭീകര ലുക്കാണ്. കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഡെപ്ത് ഡീറ്റെയിലോട്ട് പോയിട്ടും കാര്യമില്ല, കാരണം അത് പ്രൊഡക്ഷനിലോട്ട് വരുമ്പോൾ കുറേയേറെ മാറ്റങ്ങൾ വീണ്ടും വരും. പിന്നെ ഇലക്ട്രിക് തന്നെ ഒരു ഇലക്ട്രിക് ഡേർട്ട് ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒറ്റനോട്ടത്തിൽ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ അൾട്രാ വയലൻറ്റിൻ്റെ ഷോക്ക് വേവ് ഉണ്ടല്ലോ, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഡേർട്ട് ബൈക്ക് ആയതുകൊണ്ട് തന്നെ അപാര ടോക്ക് ഫിഗേഴ്സ് ആയിരിക്കും. പിന്നെ ഇലക്ട്രിക് കൂടെയാണ്, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപാര ടോക്ക് ഫിഗേഴ്സ് ആയിരിക്കും ഈ ഒരു ഇലക്ട്രിക് ബൈക്കിൽ വരുന്നത്. അതിൻ്റെ പേരും സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതും ഒരു കൺസെപ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടില്ല ടോക്ക് ഫിഗേഴ്സ് എന്ന് ചുമ്മാ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ തന്നെ ഡാക്ക റാലി എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഹീറോ എക്സ്പൾസ് 200 ആണെങ്കിൽ ഇത്തവണ ഹീറോ എക്സ്പൾസ് 210 വെച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേ ഒരു പെയിൻറ്റ് സ്കീം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു വൈറ്റ്, റെഡ്, ബ്ലാക്ക് എന്ന ആ പെയിൻറ്റ് സ്കീം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം അപാര ലുക്ക് തന്നെയാണ്, അപാര ഹൈറ്റുമാണ്. അത് 270 സംതിങ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഓടിക്കുന്ന ടൈം സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, അതൊന്ന് അടി തട്ടുമെന്ന്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഹീറോ എക്സ്പൾസ് 210 ആയതുകൊണ്ട് തന്നെ സെയിം എഞ്ചിൻ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 210cc എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡാക്ക റാലി എഡിഷനിൽ. പിന്നെ നാലാമത്തെ ബൈക്ക് പറയുമ്പോൾ നമുക്ക് ഹീറോയുടെ തന്നെ മാവറിക് 440 എന്നും ഹാർലി ഡേവിഡ്സൺ 440 കണ്ടുവന്ന സെയിം എഞ്ചിനായിട്ട് വരുന്ന ഹീറോയുടെ ഹങ് 440 SX എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ അങ്ങനെ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് തോന്നുന്നു യൂറോപ്പിലൊക്കെ ഇത് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ടെന്നാണ്. മാവറിക് വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആവത്തോണ്ട് ഇപ്പോൾ ഹീറോ തന്നെ അതിനൊരു റീബ്രാൻഡിങ് ഒക്കെ ചെയ്ത് ഹങ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ വൈസ് ഒക്കെ അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി ആ എക്സോസ് സൈഡ് കുറച്ചുകൂടി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ എക്സോസിൻ്റെ സൈഡ് ഒരു ഡ്യുവൽ ഔട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു എക്സോസ്റ്റ് കാണാനും കൊള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഹീറോയുടെ അൺവീൽസൊക്കെ നടന്നിട്ടുള്ളത്. അടുത്തതായിട്ട് റോയൽ എൻഫീൽഡിൻ്റെയാണ്. റോയൽ എൻഫീൽഡും 1-2 മോട്ടോർ സൈക്കിൾസ് അൺവീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതായത് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു മോഡലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബുള്ളറ്റ് ഉണ്ടല്ലോ, റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ഇനി തൊട്ട് 650 പ്ലാറ്റ്ഫോമിലും കാണും. അതെ, ബുള്ളറ്റിൻ്റെ ഒരു 650 അങ്ങനെ ഫൈനലി റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ വൈസ് ആ പഴയ ബുള്ളറ്റ് ആ ഒരു ക്ലാസിക് ലുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ 650cc പ്ലാറ്റ്ഫോമിൻ്റെ സെയിം എഞ്ചിൻ, അതായത് പാലറ്റിൻ 650cc എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഒരു 14.8 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ടാങ്ക് റേഞ്ചൊക്കെ കിട്ടും. പിന്നെ 240 സംതിങ് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. അത് റൺ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ മൂവ് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയാനായിട്ടാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ഉണ്ടല്ലോ, അതിന് പുതിയൊരു എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാന ബ്ലാക്ക് എഡിഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഉണ്ട്, ഒരു മാന പാസ് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷനോ ട്രിബ്യൂട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഹിമാലയൻ 450 കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? എഞ്ചിൻ സൈഡ് കംപ്ലീറ്റ് മെക്കാനിക്കൽ സൈഡ് കംപ്ലീറ്റ്ലി സിമിലർ ആണ്. പറയാനായിട്ട് മാറ്റങ്ങളെന്ന് പറയുമ്പോൾ പെയിൻറ്റ് സ്കീമിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ കുറച്ച് ആക്സസറീസിലേക്ക് നക്കിൾ ഗാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ്സിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തോ പറയുക, ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഫെൻഡറും റിയർ സൈഡ് സെറ്റൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് റാലി ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു എക്സൈറ്റിംഗ് ന്യൂസാണ്, കാരണം റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ ഒരു 125th ആനിവേഴ്സറി എഡിഷൻ ഒരു ബൈക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കിട്ടിലൻ പെയിൻറ്റ് സ്കീമാണ്. ഇത്തവണ ഒരു നോർമൽ സോളിഡ് കളർ കൊടുക്കാതെ ഒരു ഹൈപ്പർ ഷിഫ്റ്റ് പെയിൻറ്റ് സ്കീമാണ് കൊടുത്തേക്കുന്നത്. ഒരു റെഡ് ആൻഡ് ഒരു ഗോൾഡുമായി മാറി തിരിഞ്ഞ് വരുന്നത്, നമ്മളെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് റെഡ് ആൻഡ് ഗോൾഡ് വരുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പർ ഷിഫ്റ്റ് പെയിൻ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പറയാനായിട്ടെങ്കിൽ നമ്മുടെ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി സിമിലർ ആണ്. ഒരു 650cc എഞ്ചിനാണ് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അടുത്തത് ഒരു ആനിവേഴ്സറി എഡിഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്നത് ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്ന്. ഡുക്കാട്ടി 10 ഇയർ ആനിവേഴ്സറിയോ റിസോമ എന്ന് പറയുന്ന ഒരു സ്ക്രാംബ്ലർ എഡിഷനാണ് ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. ഒരു 17,10,000 രൂപയുടെ എക്സ്ഷോറൂം പ്രൈസിനാണ് വരുന്നത്. വെറും 500 യൂണിറ്റ്സ് മാത്രമായിരിക്കും വരുന്നത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഡുക്കാട്ടി സ്ക്രാംബ്ലറിൻ്റെ സ്റ്റാൻഡേർഡ് എഞ്ചിനും മെക്കാനിക്കൽ സൈഡൊക്കെയാണ് വരുന്നത്. ആകെ കൂടെ വരുന്നത് കുറച്ച് പെയിൻറ്റ് സ്കീമിലെ ചേഞ്ചസും
കുറച്ച് ഡീസൽസും ഒക്കെ വരുന്നുണ്ട് സൈഡിലായിട്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു റിസോമ എഡിഷനിൽ വരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ 4th ജെൻ ഹൈപ്പർ മോട്ടാർഡ്, ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടാർഡിൻ്റെ 4th ജെൻ അൺവീൽ ചെയ്തിട്ടുണ്ട് ഐഗ്മയിൽ. ഇത്തവണ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാനിക്കാല V2 കണ്ടുവന്ന ഒരു 890cc V12 എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 70% ഓഫ് ദ ടോർക്ക് നമുക്ക് 3000 RPMൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഹൈപ്പർ മോട്ടാർഡിൽ. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ, ഫുൾ ടൈം ഫ്രണ്ട് വീൽ എയറിലായിരിക്കും, കംപ്ലീറ്റ്ലി വീലി ആയിരിക്കും ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ ഇത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ആക്സിസ് IMU ഒക്കെ ഡുക്കാട്ടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീലി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, സ്ലൈഡ് കൺട്രോൾ, ABS എന്നിങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഡുക്കാട്ടി തരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഒരു 118 bhpയും ഒരു 93 പോയിൻറ്റ് സംതിങ് എത്ര ന്യൂട്ടൺ ഓഫ് ടോർക്കുമാണ് ഈ ഒരു 890cc V12 എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഹൈപ്പർ മോട്ടാർഡിൽ ഒരു അലുമിനിയം മോണോകോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രെയിം ആയിട്ട്, എഞ്ചിൻ സ്ട്രക്ചറൽ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പോഴും നമുക്ക് റിയർ സബ് ഫ്രെയിം സെയിം ആണ്, ആർട്രലി സബ് ഫ്രെയിം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിംഗ് ആമിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡബിൾ സൈഡ് സ്വിംഗ് ആമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോർണറിങ് ടൈമൊക്കെ കൂടുതൽ കുറച്ചുകൂടി നല്ലൊരു ഹാൻഡ്ലിംഗ് തരാൻ വേണ്ടിയിട്ട് ഡുക്കാട്ടി പുതിയതായിട്ട് നിർമ്മിച്ച അവരുടെ ഡ്യുവൽ സൈഡഡ് സ്വിംഗ് ആമാണ് ഈ ഒരു ഹൈപ്പർ മോട്ടാർഡ് ജെൻ 4ൽ വരുന്നത്. പിന്നെ നമുക്ക് ഹോണ്ടയുടെ സൈഡിൽ നിന്നുള്ള അൺവീൽ നോക്കാം. കാരണം ഹോണ്ട CB1000 GT എന്ന് പറയുന്ന ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിൾ ലോഞ്ചല്ല അൺവീൽ ചെയ്തിട്ടുണ്ട്. 1000 എന്ന് കേട്ടപ്പം തന്നെ മനസ്സിലായി കാണും. അതിലൊരു ഇൻലൈൻ 4000cc എഞ്ചിനാണ് വരുന്നത്. പവർ ഫിഗേഴ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ പറയാനായിട്ടാണെങ്കിൽ എന്താ, ടൂറിംഗ് ബേസ്ഡ് ആയതുകൊണ്ട് എല്ലാ ആ ഒരു എർഗണോമിക്സിലാണ് വരുന്നത്. അതൊക്കെ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്താ ലോഞ്ചിങ്ങിൻ്റെ ടൈം എടുക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഐഗ്മയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കണ്ട ഒരു ബൈക്കാണ് BMW 450 GS. അപ്പോൾ ഇതിന് പറയാനായിട്ടാണെങ്കിൽ 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒരു റോഡ് റൈഡിങ്ങിന്, അതായത് ടൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു 450 GS അലോയ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു വേരിയൻറ്റും ഉണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോക്ക് വീൽസും ലോങ് ട്രാവൽ സസ്പെൻഷനും ആയിട്ട് വരുന്ന ഒരു ബൈക്കും വരുന്നുണ്ട് ഈ ഒരു 450 GSൽ. എൻജിൻ സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു പാരലൽ ട്വിൻ 420cc ആണ് വരുന്നത്. ഒരു 47 bhpയും ഒരു 43 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാരക എഞ്ചിനൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ ഇൻഡെപ്ത് വീഡിയോസൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ തന്നെ വേറെ ചാനലിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത ന്യൂസ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അപ്രില ഫാൻ ബോയ്സിന് ഒരു സന്തോഷം തോന്നും. കാരണം അപ്രില RS 457 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു GP റിപ്ലിക്ക എഡിഷൻ ഐഗ്മയിൽ അൺവീൽ ആയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ്? സൈഡ് ഫെയറിങ്ങിൽ കുറച്ച് ചേഞ്ചസ്, ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പെയിൻറ്റ് സ്കീമല്ല, സ്റ്റിക്കർ വൈസിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പോട്ട് ചെയ്ത മെയിൻ തിങ് ബ്രേക്കിങ്ങിൽ ഒരു അപ്പാര ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ ബ്രേക്കിങ്ങിനെ കാട്ടി കുറച്ചുകൂടി നല്ലൊരു ഇംപ്രൂവ്ഡ് ബ്രേക്കിംഗ് ആണ് ഇത്തവണ കൊണ്ടുവന്നത് പറയുന്നത്. കുറച്ചുകൂടി ഷാർപ്പറും അതേപോലെ ഫെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ബ്രേക്സ് ഒക്കെയാണ് ഇത്തവണ അപ്രില യൂസ് ചെയ്തിരിക്കുന്നതാണ് അപ്രില ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അത് വരുന്ന ടൈം ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാൻ കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമുക്ക് ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നാണ്. കാരണം ഡുക്കാട്ടിയുടെ മൾട്ടിസ്ട്രാഡ V4 പൈക്സ് എന്ന് പറയുന്ന ബൈക്ക് ഇന്ത്യയിൽ അങ്ങനെ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ പൈക്സ് എന്ന് പറയുന്നത് മൾട്ടിസ്ട്രാഡ ലൈനപ്പിൽ തന്നെ ഏറ്റവും ടോപ്പ് ടിയർ സെക്കൻഡിൽ നിൽക്കുന്ന ഒരു ബൈക്കാണ് ഈ V4 പൈക്സ് എന്ന് പറയുന്നത്. കുറേ കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്ക്, ടൂറിംഗ് കേപ്പബിലിറ്റി ഉള്ളൊരു ബൈക്കാണ് ഈ V4ൻ്റെ പൈക്സ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട് തന്നെ ഇതിൽ വരുന്നത് ഒരു 1158cc V4 എഞ്ചിനാണ്. ഒരു ഗ്രാൻഡ് ടൂറിസ്മോ എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 160 bhp ആൻഡ് 123 എത്ര Nm ഓഫ് ടോർക്കാണ് യൂസ് ചെയ്തത്. എന്തായാലും അപ്പാര ഫിഗേഴ്സാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേയേറെ കാർബൺ ഫൈബർ പാർട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹൈ സ്പെക്ക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗോൾഡ് അനഡൈസ്ഡ് ആയിട്ടുള്ള ഓയിലിൻസിൻ്റെ സസ്പെൻഷൻ, പിന്നെ കുറച്ചുകൂടി എർഗണോമിക്സിൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 6 ആക്സിസ് IMU ഉണ്ട്, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, വീലി കൺട്രോൾ, സ്ലൈഡ് കൺട്രോൾ എന്നിങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. പിന്നെ റഡാർ ടെക്നോളജി ഉണ്ട്. ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6.5 ഇഞ്ചിൻ്റെ TFT ഉണ്ട്. എൻ്റെ മോനെ, ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്നത് വെറും ഒരു 36,17,000 രൂപയ്ക്കാണ്. ഈ ഒരു എക്സ്ഷോറൂം പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു ഡുക്കാട്ടിയുടെ V4 മൾട്ടിസ്ട്രാഡ പൈക്സ് പോയി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഈ ആഴ്ചത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറയാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച ഈ ഒരു സമയത്ത് കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ ബൈ.